ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ വ്യത്യാസം മൂലമാണ്, പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഇൻക്രീസ് മൂലമാണ് നിങ്ങൾ പ്രഗ്നന്റ് ആകാത്തതെങ്കിൽ അത് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. അതോടനുബന്ധിച്ചുണ്ടാകുന്ന ലക്ഷണങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്ത് എന്ത് പ്രിവെന്റീവ് മെഷർ എടുക്കണം, ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൽ ഏറ്റവും കൂടുതൽ വേണ്ടുന്ന രണ്ട് ഹോർമോൺസ് ആണ് ഈസ്ട്രജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും. നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോളിക്കുലർ ഫേസിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈസ്ട്രജൻ ഹോർമോണും ലൂട്ടിയൽ ഫേസിൽ നമുക്ക് വേണ്ടത് പ്രൊജസ്ട്രോൺ ഹോർമോണുമാണ്. ഇതിന്റെ രണ്ടിന്റെയും അനുപാതം 1:1 ആ ഒരു റേഷ്യോയിലാണ് പോകേണ്ടത്. ഒരെണ്ണം കൂടുകയോ ഒരെണ്ണം കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളിൽ പലതരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസസുകൾ ഉണ്ടാവുന്നതിന് കാരണമാകുന്നു. ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഈസ്ട്രജൻ ഹോർമോണാണ്. ഈസ്ട്രജൻ ഹോർമോൺ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അണ്ടം വളരുന്നതിന്, അത് പൊട്ടുന്നതിന്, എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ തിക്കണായി തുടങ്ങുന്നതിന് ഒക്കെ ഈസ്ട്രജൻ ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി ഒന്ന് സർവൈവ് ചെയ്ത് കിട്ടണമെങ്കിൽ, ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. എന്നാൽ അതിന്റെ അളവ് ക്രമാതീതമായി ഉയർന്നു കഴിഞ്ഞാൽ അത് നമ്മളിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവുന്നതിന് കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫോളിക്കിളിൽ അകത്താണ് നമ്മുടെ അണ്ടം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഓവറിയിൽ ഉണ്ടാവുന്ന ഫോളിക്കിളിനകത്താണ് അണ്ടം സ്ഥിതി ചെയ്യുന്നത്. ഓവുലേഷൻ കഴിഞ്ഞ് ഫോളിക്കിള് പൊട്ടി വരുമ്പോഴേക്കും അതിൽ നിന്ന് കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ എന്ന് പറയുന്നത്. നമ്മളുടെ ലൂട്ടിയൽ ഫേസിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ വേണം എന്ന് പറയുന്നതിൽ അത് പ്രൊജസ്ട്രോൺ ഹോർമോൺ കൊടുക്കുന്ന ഒരുപാട് ബെനിഫിറ്റുകളും ഉണ്ട്. ഇതിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ തിക്കണാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ പറ്റി പിടിച്ചിട്ടാണ് നമ്മുടെ കുഞ്ഞ് വളരാനായിട്ട് തുടങ്ങുന്നത്. ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിന് ശേഷിയില്ല എങ്കിൽ, അതിന്റെ തിക്നെസ് കുറവാണെങ്കിൽ, അത് ഉറപ്പായിട്ട് നമ്മുടെ ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വരുന്ന എഗ്ഗിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ കൂടി തന്നെ നമ്മളിൽ മിസ്കാരേജ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ ഒന്ന് തിക്കണാക്കി വെക്കുന്നതിന് ഈ ഒരു ഹൈ പ്രൊജസ്ട്രോൺ നമ്മളെ സഹായിക്കുന്നു. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിൽ എന്തെങ്കിലും കോൺട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സെർവിക്സ് എന്ന കോൺട്രാക്ഷൻ ഉണ്ടായിട്ട് മിസ്കാരേജ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഹെൽപ്പ് ചെയ്തിട്ട് അവോയ്ഡ് ചെയ്യുന്നു. മൂന്നാമത്തെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനോടൊന്ന് ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്നത് ഒരു ഫോറിൻ ബോഡി അല്ല, ഫീച്ചേഴ്സ് ആണ് എന്നുള്ളൊരു സിഗ്നൽ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നത് ഈ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ്. പ്രൊജസ്ട്രോൺ ഹോർമോൺ അവിടെ ഇല്ല എങ്കിൽ നമ്മളുടെ ശരീരത്തിനോട്ട് അകത്തേക്ക് കടക്കുന്ന ഒരു ഫോറിൻ ബോഡിയായിട്ട് ഫീച്ചേഴ്സിനെ കണ്ട് നമ്മുടെ ശരീരം തന്നെ അതിനെ ഇല്ലാതാക്കുന്നതിന് കാരണമാവുന്നു. അപ്പോൾ അതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് വെസൽസിന് എംബ്രിയോയെ ഒന്ന് നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിഗ്നൽ കൊടുക്കുക എന്നുള്ളതാണ്. ഈ എംബ്രിയോയിലോട്ട് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിലോട്ടുള്ള രക്തയോട്ടം കൃത്യമായിട്ട് വരുന്നില്ല എങ്കിൽ അതുമൂലം നമ്മുടെ ആ ഒരു ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അമ്മയാകാനായിട്ടുള്ള സാധ്യതയെ അത് ഒരുപാട് എഫക്ട് ചെയ്യും. കുഞ്ഞിന്റെ ഗ്രോത്ത് പാതിക്ക് വെച്ച് നിന്ന് പോകുന്നതിനും ഹാർട്ട് ബീറ്റ് നിന്ന് പോകുന്നതിനുമൊക്കെ ഇത് കാരണമാകുന്നു. അപ്പോൾ ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കുന്നതിനും ഒരു സിഗ്നൽ കൊടുക്കുന്നതിനുമൊക്കെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിലുള്ളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു ലൂട്ടിയൽ ഫേസ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് പ്രൊജസ്ട്രോൺ ഹോർമോൺ ഹൈ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ബ്രസ്റ്റ് ടെൻഡർനെസ് കൂടുതലായിട്ട് അനുഭവപ്പെടുക, നമുക്ക് തൊടുമ്പോൾ തന്നെ ബ്രസ്റ്റിൽ ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവുക. ഏകദേശം നമ്മുടെ ഫെർട്ടിലിറ്റിയുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ നടക്കുന്നത് നമ്മുടെ ബ്രസ്റ്റിലാണ്. അതുകൊണ്ട് ആ ഒരു ചേഞ്ചസ് പലർക്കും ഒരു ഹോർമോൺ ഇൻക്രീസ് മൂലം നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും ലൂട്ടിയൽ ഫേസ് തുടങ്ങുന്ന ആ ഒരു അവസരങ്ങളിൽ തന്നെ ഈ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകും. രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ആൻസൈറ്റി ഒരുപാട് വർദ്ധിക്കുക. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ, ഈ സമയം ഫെയിലായി പോകുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തിങ്കിങ് നമുക്ക് മനസ്സിൽ വരിക. നമ്മൾ പോലും ആലോചിക്കാതെ നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് പോവുക. ചിലപ്പോൾ നമ്മൾ കരുതിക്കൂട്ടി ചെയ്യുന്നതല്ലായിരിക്കാം, പക്ഷെ നമ്മുടെ ശരീരം അതിന് വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ, നമുക്കൊരു ആൻസൈറ്റി ഉണ്ടാവുന്നത് ഡെവലപ്പ് ആവുന്നു പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ കേട്ടോ.
അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൽ വ്യത്യാസം വരിക, കണ്ണിൽ കൂടുതൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക. നാലാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ടും ക്ഷീണം ഉണ്ടാവുക. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ മെഡിസിൻ എടുക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ക്ഷീണവും തളർച്ചയും ഒക്കെ. കാരണം പ്രൊജസ്ട്രോൺ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ക്ഷീണവും ബുദ്ധിമുട്ടും തളർച്ചയും ഒക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ നമുക്ക് പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ ക്രമാതീതമായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ ലൂട്ടിയൽ ഫേസ് കഴിയുമ്പോൾ മുതൽ തന്നെ ഈ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് തുടങ്ങും. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് കൂടി വരിക. അതായത് പീരിയഡ്സ് ആകാൻ പോകുന്നതിന് മുൻപുള്ള ലക്ഷണങ്ങളൊക്കെ വളരെ നേരത്തെ മുതൽ തന്നെ നമുക്ക് കണ്ടുവരിക. പീരിയഡ്സ് ആകാൻ പോകുന്ന ലക്ഷണങ്ങൾ ഏകദേശം നമ്മുടെ പ്രഗ്നൻസി ലക്ഷണങ്ങളൊക്കെ ആയിട്ട് മാച്ച് ആയിട്ട് വരുന്ന ലക്ഷണങ്ങളാണ്. അതെല്ലാം കൂടുതലായിട്ട് കണ്ടുവരിക. ചിലർക്ക് മറ്റുള്ള ഇറഗുലർ പീരിയഡ്സ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ കോസ് എന്ന് പറയുന്നത്, കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഓവറീസിൽ എന്തെങ്കിലും സിസ്റ്റ് ഉണ്ടെങ്കിൽ, ഓവറീസിൽ നമുക്ക് സിസ്റ്റ് ഉണ്ടാകുമ്പോഴേക്കും അണ്ടം പൊട്ടാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഈ സിസ്റ്റ് മൂലം നമുക്ക് ആ ഒരു ഹൈ പ്രൊജസ്ട്രോണിന്റെ ലെവല് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ളവർക്ക് അവരുടെ പീരിയഡ്സിന്റെ ഡേറ്റ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴേക്കും അതിനർത്ഥം നമ്മളിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടെന്നാണ്. PCOD ഉള്ളവർക്ക് ഈസ്ട്രജൻ ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ട് അങ്ങനെയുള്ള ഇറഗുലാരിറ്റീസ് ഉണ്ടാകാം. അതുപോലെ തന്നെ പലർക്കും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ടും ഇങ്ങനെയുള്ള ഇറഗുലാരിറ്റീസ് ഉണ്ടാകാം. പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ ഒരുപാട് കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു യൂട്രസിന്റെ ലൈനിങ് അങ്ങനെ തന്നെ തിക്കാക്കി അങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ പ്രഗ്നൻസി പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. കാരണം എല്ലാം നമുക്ക് വേണ്ടത് ഒരു ലിമിറ്റ് ആയിട്ടുള്ള ഒരു അളവിലാണ്. അപ്പൊ അതിനേക്കാളും കൂടുതലായി പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി നടന്നു കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മുടെ പീരിയഡ് സൈക്കിളിന്റെ ലെങ്ത്തിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഇപ്പോൾ മെൻസ്ട്രേഷൻ ആകേണ്ട ദിവസത്തിനേക്കാളും ഒരുപാട് നമുക്ക് മെൻസ്ട്രേഷൻ നീണ്ടു പോവുകയാണെങ്കിൽ അതിനർത്ഥം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ശരീരത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ്. നോർമലി നമുക്ക് ഇങ്ങനെ പീരിയഡ്സ് നീണ്ടു പോയി കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആകാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവ് ആകാറില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മെൻസ്ട്രൽ സൈക്കിൾ നീണ്ടു പോകുന്നുണ്ടെങ്കിൽ അവിടെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഒരു വ്യത്യാസം ശരീരത്തിൽ ഉണ്ടാവുന്നത് കൂടി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോഴേക്കും നിങ്ങൾ ഒരിക്കലും ലേറ്റ് ആകരുത്. 2 മാസം മാത്രം നിങ്ങൾ നോക്കുക. അതായത് ഒരു മാസം നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു, അതിനുശേഷം അടുത്ത മാസവും അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം 2 മാസം വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത് ചില മെൻസ്ട്രൽ സൈക്കിൾ നമുക്കിപ്പോൾ ഒരു 12 മന്ത്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ 1-2 മാസം പീരിയഡ്സ് നേരത്തെ ആവുകയോ പീരിയഡ്സ് വൈകിയാവുകയോ ഓവുലേഷൻ നേരത്തെ ആവുകയോ ഒരു മാസത്തിൽ 2 ഓവുലേഷൻ ഉണ്ടാവുകയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാകാം. 12 മാസത്തിൽ ഒരിക്കലോ 2 തവണയോ ഇങ്ങനെ വരുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരു മാസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് തൊട്ടടുത്ത മാസത്തിൽ തന്നെ ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് നമ്മളിൽ ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ പോയി കാണുക. നിങ്ങളുടെ ബ്ലഡിന്റെ ലെവൽ കൃത്യമായിട്ട് ഹോർമോൺസ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ മോണിറ്റർ ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.